ഷാജി വൈക്കത്ത് പറമ്പിൽ. ദൈവിക ചൈതന്യം ജീവിതത്തിൽ പ്രകാശപൂരിതമാക്കിയതിന്റെ ചാരിതാർത്ഥ്യം കണ്ടറിഞ്ഞയാൾ. വൈരുദ്ധ്യങ്ങളുടെ തുലാസിൽ ജീവിതം ബാലൻസ് ചെയ്യാൻ സാധിക്കാതെ പോയ നാളുകൾ. കരുത്താർന്ന കർത്തൃനാഥന്റെ സംരക്ഷണം തന്റെ ജീവിതത്തിൽ പടർന്ന് നിഴലായി സമാശ്വസിപ്പിച്ചു. വചനകരുത്തിന്റെ സാന്ത്വന സ്പർശനത്താൽ ഷാജി ഇന്ന് പുളകിതനാവുന്നു. യേശുവിന്റെ നാമത്തിൽ. ഈ കരിസ്മാറ്റിക് നവീകരണം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എൻ്റെ ചെറുപ്പം മുതൽ, യുവത്വത്തിൻ്റെ ആരംഭ നാളുകൾ മുതൽ എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ അവസാനം വരെ കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷകൾക്കും കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങൾക്കും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആ കാര്യത്തിൽ എന്നെ എൻ്റെ ഭാര്യ ഏറെ സഹായിച്ചിട്ടുണ്ട്, നവീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ ആരംഭ നാളുകളിലൊക്കെ ധാരാളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ, അവിടെയൊക്കെ ഒരു വലങ്കൈ എന്നോണം എന്നോടൊപ്പം നിന്നത് എൻ്റെ ജീവിത പങ്കാളി തന്നെയാണ്. റെറ്റി ഷാജി വചന വിസ്ഫോടനത്തിന്റെ മായിക പ്രകാശം ജീവിതത്തിൽ വഴികാട്ടിയപ്പോൾ കഥനങ്ങളുടെ കഥകൾ കൊണ്ട് പറുദീസ തീർത്തവൾ. വഴിയിലെ അഗാധ ഗർത്തങ്ങൾ കണ്ട് പകച്ചു പോയപ്പോഴും ചിതറിയ സങ്കടഗർജനങ്ങൾക്കുമേൽ വചന തീഷ്ണത കൊണ്ട് പൊൻചട്ട ചാർത്തിയവൾ. ഭർത്താവിന്റെ വചന വഴിത്താരകളിൽ കല്ലും മുള്ളും വകഞ്ഞുമാറ്റി വഴിയൊരുക്കിയവൾ. അവന്റെ വിയർപ്പ് തുള്ളികൾ കിനിയുന്ന മുഖത്തുനിന്ന് വിയർപ്പൊപ്പി സാന്ത്വനമേകിയവൾ. ഇവൾ വെറോനിക്ക. ചരിത്രത്തിലെ വെറോനിക്ക സഹനത്തിൻ്റെ ഭാഗമായതുപോലെ ഷാജിയുടെ കുടുംബജീവിതത്തിൽ റെറ്റിയെ സംബന്ധിച്ചോളം എത്രമാത്രം സഹനത്തിൻ്റെ മേഖലയിലൂടെ ശുശ്രൂഷ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടെന്നൊന്ന് വ്യക്തമാക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. പ്രത്യേകിച്ച് ഏട്ടൻ വീട്ടിലില്ലായിരുന്ന പല സന്ദർഭങ്ങളിലും വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാം തനിച്ച് ചെയ്യേണ്ട പല സമയങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടും സമചിത്തതയോടും കൂടിയാണ് ഞാൻ അതിനെ നേരിട്ടത്. കാരണം ദൈവത്തിന് വേണ്ടിയിട്ടല്ലേ, തമ്പുരാന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് എന്ന ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്തെല്ലാം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനത് നിർവഹിച്ചത്. റെറ്റി ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ നവീകരണ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ കടന്നു വന്നിട്ട് 20 വർഷങ്ങൾക്ക് മേളിലായിട്ടുണ്ടല്ലേ. അപ്പോൾ ഷാജിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായ പിന്നെ റെറ്റിയുടെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചേട്ടൻ്റെ കൂടെ ആയതിൽ പിന്നെ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രത്യേകമായി സാമ്പത്തിക മേഖലകളിലും അതുപോലെ ജോലി കാര്യങ്ങളിലൊക്കെ ഒത്തിരി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്. വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ഞങ്ങൾ. എങ്കിലും ദൈവത്തിന് വേണ്ടി ഓടിത്തുടങ്ങിയപ്പോൾ ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചേട്ടന് ജോലി കിട്ടുന്ന സമയത്തൊക്കെ, കല്യാണം കഴിക്കുന്ന ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് ശമ്പളമൊന്നുമില്ല ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു വർഷം വളരെ ഞെരുങ്ങിയാണ് ഞങ്ങൾ ജീവിച്ചു പോയത്. എന്നാലും ധാരാളം സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് സഹായത്തിനുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഷാജി ഇങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ റെറ്റിക്ക് എപ്പോഴും ഒരു തനിച്ചായ ഒരു അനുഭവം, അല്ലെങ്കിൽ ഷാജി കൂടെ ജീവിതത്തിന് ആദ്യ നാളുകളിലൊക്കെ ഷാജി കൂടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കൂടെ ഉണ്ടാകണമായിരുന്നു എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒരു നഷ്ടബോധം തോന്നിയ സമയങ്ങളുണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊരു നഷ്ടബോധമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, ഒരുമിച്ചായിരിക്കണം എന്നൊക്കെ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്. എന്നാലും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഞാനത് തരണം ചെയ്തിട്ടുള്ളൂ. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതൊരു പുരുഷൻ്റെയും
വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്ന് നമ്മളിങ്ങനെ പഴമൊഴികൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഷാജിയുടെ ഈ ശുശ്രൂഷ മേഖലയിലെ വിജയത്തിൻ്റെ പിന്നിലെ ബാക്ക് ബോൺ എന്ന്, അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് റെറ്റിയുടെ ജീവിതത്തിലെ, അല്ലെങ്കിൽ റെറ്റി ഷാജിക്ക് വേണ്ടി ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന സഹനത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അതിനെ കണ്ടിട്ടുള്ളത്. കാരണം തമ്പുരാന് വേണ്ടിയിട്ട് ഓടുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായാൽ തന്നെയും മറ്റുള്ളവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ കാര്യമെന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ സന്ദർഭങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഒറ്റപ്പെടലിൻ്റെ നിസ്സഹായാവസ്ഥയിലും റെറ്റി ചാഞ്ചല്യമേതുമില്ലാതെ ശക്തിയായി. റെറ്റി ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങളുടെ വിവാഹത്തിന് മുമ്പും ഷാജി നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ഒരു ബിസി ലൈഫായിരുന്നല്ലോ. അപ്പം ആ കാലങ്ങളിലൊക്കെ നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? ചേട്ടൻ സാധാരണ മിക്കവാറും 5 ദിവസങ്ങളിലും പുറത്തൊക്കെ ആയിരിക്കും. ജോലി കഴിഞ്ഞ് വന്നാലും ഉടനെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ആയിട്ട് പോകും. എന്നാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞയച്ചിരുന്നത്. എവിടെ പോകണമെങ്കിലും ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ, എൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് വിട്ടിരുന്നത്. പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്നാലും എനിക്ക് ധൈര്യപൂർവ്വം അത് ചെയ്യാനുള്ള ഒരു കരുത്ത് അന്ന് ദൈവം തന്നിരുന്നു. നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ റെറ്റിക്ക് അറിയാമായിരുന്നു ഷാജിയുടെ പ്രവർത്തന മേഖല ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു മുൻവിധി ഉണ്ടായിരുന്നു നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് മുമ്പ് തന്നെയായിട്ട്? എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു. എന്നാലും ഇത്രയും ഫുള്ളായിട്ടും ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരാളാണ് അത്ര ഒന്നും എനിക്കറിയില്ലായിരുന്നു. കർത്താവയച്ച പടയാളികളെ പോലെ സുഹൃത്തുക്കളുടെ ഒരു നിര തന്നെ ആപത്ഘട്ടങ്ങളിൽ റെറ്റിക്ക് ചുറ്റും നിരന്നു. ഇത് കർത്താവ് ഒരുക്കിയതാണെന്ന് റെറ്റി വിശ്വാസ തീഷ്ണതയോടെ പറയുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോയി മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ 4 മക്കളല്ലേ? അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കുട്ടി, അതായത് മൂന്നാമത്തെ അപ്പു എന്ന് പറയുന്ന കുട്ടി 8 മാസം എന്തോ പ്രായമായപ്പോൾ കുഞ്ഞിനെന്തോ വളരെ മാരകമായ എന്തോ ഒരു അസുഖം വന്ന ആ സമയത്ത് ഷാജി ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലെന്തോ ആയിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ വളരെയേറെ ഒരു സാഹചര്യത്തിലൂടെ റെറ്റിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? ചേട്ടന് മസ്കറ്റിലൊരു പ്രോഗ്രാമിന് പോകേണ്ട സമയത്താണ് അപ്പൂന് ഒരു പനിയായിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. ഞങ്ങൾ അവനെ തൊടുപുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 ദിവസം കിടക്കണം, അവന് ന്യൂമോണിയയാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും പോകാതിരിക്കേണ്ട, പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഡോക്ടറുടെ സമ്മതത്തോടു കൂടിയാണ് ചേട്ടനന്ന് പോകുന്നത്. 5 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ച് പെട്ടെന്ന് ഒരു അബോധാവസ്ഥയിലേക്ക് വരികയും ഒന്നിനോടും പ്രതികരിക്കാത്തൊരവസ്ഥയായി. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് കോലഞ്ചേരിയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ അവിടെ ഡോക്ടറോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തനിച്ചേ ഉള്ളൂ, വേറെ ആരുമില്ല. ആ സമയത്തൊക്കെ വീട്ടിലിരിക്കുന്ന ബാക്കി മക്കളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്? ബാക്കി 2 പേരും എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എപ്പോഴും ഞങ്ങൾക്ക് ഒത്തിരി ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ ആരും എൻ്റെ കൂട്ടത്തിലില്ലായിരുന്നു. അന്ന് ഡിസ്ചാർജ് ആകാനാണ് ശരിക്കും നേരത്തെ അന്ന് പോകാമെന്ന് പറഞ്ഞിരുന്ന ദിവസമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് കൊച്ചിനിങ്ങനെ കൂടിയത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ തനിച്ചേ ഉള്ളൂ, പോകാൻ ആരുമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, പൈസയൊക്കെ ഞാൻ തന്നോളാം, പൊയ്ക്കോ, ഇവിടെ നിന്നൊരു വണ്ടി എടുത്ത് പൊക്കോ, ഞാൻ ഡോക്ടറോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കൃത്യ സമയത്താണ് നവീകരണത്തിലുള്ളൊരു ജോണി ചേട്ടൻ്റെ ഒരു ചേച്ചി അവിടെ വരികയും ചേച്ചി എന്നോട് പറഞ്ഞു ഞാനും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ളൊരു നേഴ്സും പെട്ടെന്ന് പറഞ്ഞു ഞാനും വരാം. അങ്ങനെ അവർ 2 കൂടി ആ നേഴ്സ് തന്നെയാണ് പെട്ടെന്ന് വണ്ടി വിളിക്കുകയും ഒക്കെ ചെയ്ത് കൊച്ചിയുമായിട്ട് ഞങ്ങൾ കോലഞ്ചേരിക്ക് പോകുന്നത്. അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചേട്ടൻ്റെ 2-3 കൂട്ടുകാർ
അവിടെ അവിടെ നിങ്ങളെ ഉണ്ടായിരുന്നു. സ്വീകരിക്കാനായിട്ട് റെഡിയായിരുന്നു, കർത്താവ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടുന്ന് ഡോക്ടറെ കാണാൻ അവിടെ അപ്പോൾ ജൂനിയർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മെയിൻ ഡോക്ടറെ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ എന്തായാലും ധൈര്യമായിട്ട് ഡോക്ടറെ മുറിയിലോട്ട് കയറി ചെല്ലുകയും കൊച്ചിൻ്റെ വിവരങ്ങൾ പറയും. പെട്ടെന്ന് തന്നെ ഡോക്ടർ കൊച്ചിനെ കയറ്റിക്കൊണ്ടുവരാൻ പറയുകയും കൊച്ചിനെ കണ്ട് ഉടനെ തന്നെ കൊച്ചിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആ ദിവസങ്ങളിലെല്ലാം ധാരാളം കൂട്ടുകാർ വന്ന് ഞങ്ങളെ സഹായത്തിനുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും രാത്രിയും എല്ലാം ICUവിന് പുറത്ത് നിൽക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ചേട്ടൻ്റെ കൂട്ടുകാരാണ്. ഈ ഒരു സാഹചര്യത്തിലൂടെ റെറ്റി കടന്നു പോയിരുന്നപ്പോൾ ഷാജി ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? കൊച്ച് അസുഖമായി, കൊച്ചിനെ ഒരു ആശുപത്രിയിൽ നിന്ന് വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതായി, സീരിയസ് ആയി എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഷാജി അറിയുന്നുണ്ടായിരുന്നു? കൂട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ എന്നെ വിളിച്ചു, ഞാൻ വരണോ, വേണമെങ്കിൽ പ്രോഗ്രാം നിർത്തിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഒക്കെ എനിക്ക് നല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ കൊച്ചിനെ അടുത്തുണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അന്നൊക്കെ ഒരു നല്ലൊരു ബോധ്യമുണ്ട്. ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ, തമ്പുരാനെ നീ എനിക്ക് കുഞ്ഞിനെ എങ്ങനെ തന്നോ അതുപോലെ എനിക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അങ്ങനെയാണ് ഞാൻ ഈശോയോട് പറഞ്ഞത്. അല്ലാണ്ട് രോഗം മാറ്റിത്തരണേ അങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. എനിക്ക് എങ്ങനെ നീ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തന്നോ അതുപോലെ തന്നെ തിരിച്ചെനിക്ക് കിട്ടണം എന്നൊരു ആശയോടുകൂടിയായിരുന്നു ഞാനിന്ന് തമ്പുരാനോട് പറഞ്ഞത്. അപ്പോൾ ഷാജിയുടെ അസാന്നിധ്യത്തിലും ആ ഒരു പ്രതികൂല സാഹചര്യത്തിൽ അല്ലേ വളരെയധികം ദൈവാനുഗ്രഹം അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു അല്ലേ? ധാരാളം സഹായിക്കാനായിട്ട് ധാരാളം സുഹൃത്തുക്കളെ ദൈവം നൽകി അല്ലേ? ഒത്തിരിയേറെ ദൈവപരിപാലന ആ നിമിഷങ്ങളിൽ റെറ്റി അനുഭവിച്ചറിഞ്ഞു എന്ന് ഈ സംഭവം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പോൾ അതിൽ നിന്നുമൊക്കെ കുഞ്ഞ് അത്ഭുതകരമായിട്ട് വിടുതൽ പ്രാപിച്ചോ? കുട്ടിക്ക് ഞങ്ങൾ 17 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. 17ാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല, ഇനി ഒരിക്കലും ഈ രോഗം അവനെ ഒരു തരത്തിലും ബാധിക്കില്ല. പോലെ അവിടെ ഒരു നവീകരണത്തിലോട്ട് വന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ എപ്പോഴും ഞങ്ങളുടെ അടുക്കൽ വരികയും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും മറ്റു ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു വചനമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം സകലതും കൂട്ടിച്ചേർക്കപ്പെടും അല്ലേ? കർത്താവിൻ്റെ വചനം എത്ര ശക്തമാണ്. ഷാജി ദൈവത്തെ രാജ്യത്തിന് അവിടുത്തെ നീതിയും രാജ്യവും അന്വേഷിച്ച് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ദൈവം അതെല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അല്ലേ? എപ്പോഴെങ്കിലും റെറ്റിക്ക് തോന്നിയിട്ടുണ്ടോ ഷാജി ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ഇരുന്നെങ്കിൽ? ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സന്ധ്യാസമയത്തൊക്കെ ഇവിടെ ഭയങ്കര ഒരു ബഹളമായിരിക്കും. അപ്പനും കൂടെ ഉറങ്ങിയെങ്കിൽ അവനും ഉറങ്ങത്തുള്ളൂ. അപ്പോൾ ഉടനെ വാവ പാല് ചോദിച്ചു വരും. അതിനിടയ്ക്ക് അച്ചു എന്തെങ്കിലും എഴുതാൻ അവൻ വിളിക്കും. ഇങ്ങനെ ആകെ ഒരു ബഹളമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ചേട്ടനോട് അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കെന്തൊരു ആശ്വാസമായേനെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും എങ്ങനെയൊക്കെ ഞാനതങ്ങ് തട്ടിക്കൂട്ടി മാനേജ് ചെയ്ത് പോകും. പിന്നീട് ഞാൻ ചിന്തിക്കും, ഞാൻ ആ ചിന്തിച്ചത് ശരിയായില്ല, ദൈവത്തിന് വേണ്ടിയിട്ടാണല്ലോ ഓടുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുവെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ അറിയാതെ ചിന്തിച്ചു പോയാലും പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ച് ചിന്തിക്കാറുണ്ട്. അതുമാത്രമല്ല, ഇതുപോലുള്ളതായ പല സാഹചര്യങ്ങളിലൂടെയും എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ അപ്പവും ബാബയും ഞാനും മാത്രം വീട്ടിലായിരുന്ന സമയത്ത് ബാബയ്ക്കൊരു 3 വയസ്സ് പ്രായം കാണും. അവൻ മണ്ണെണ്ണ എടുത്ത് കുടിച്ചു. അപ്പം ഞാൻ ഈ പുറത്തെന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു, അമ്മയെ വാവ മണ്ണെണ്ണ കുടിച്ചു. ഉടനെ ഞാൻ ഓടി ചെന്നപ്പോഴും അവന് ഛർദ്ദിക്കാനൊക്കെ തുടങ്ങി. വേറെ ആരും വീട്ടിലില്ല. ഞാൻ പിന്നെ അടുത്ത വീട്ടിലെ ആളെ വിളിച്ചു, അദ്ദേഹം വന്നു. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് ചേട്ടനായിട്ട് എറണാകുളത്ത് എന്തോ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോയതായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു, എനിക്കെന്തൊരു ആശ്വാസമായിരുന്നു, ഈ മറ്റുള്ളവരെ വിളിക്കാൻ ഓടണ്ട എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർക്കും, ഞാൻ ഓർത്തത് ശരിയല്ല, ദൈവത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അത് ഞാനങ്ങനെ ചിന്തിച്ചത് ശരിയായില്ല എന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീട് പണിയുടെ സമയത്തൊക്കെ ആണെങ്കിലും അന്നും പലപ്പോഴും ചേട്ടൻ വെളിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കുട്ടികളുടെ കാര്യം നോക്കണം, എൻ്റെ ജോലി നോക്കണം, വീട് പണികളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അന്നൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാലും അതെല്ലാം തരണം ചെയ്ത് ഇവിടം വരെ എത്താനായിട്ട് ദൈവം കൃപ നൽകിയിട്ടുണ്ട്. കുടുംബനാഥന്റെ കടമകൾ കൂടി ഏറ്റെടുത്ത് ഈ കുടുംബനാഥ വീടിൻ്റെ സമസ്ത മേഖലകളിലും
വിരാജിച്ചപ്പോൾ യേശുനാഥന്റെ കരങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഭർത്താവിന്റെ ചേതനകൾക്ക് ശക്തി പകരാൻ ഇവളെന്നും പ്രാർത്ഥനാ നിരതയായി. കുട്ടികളുടെ പഠനകാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിൽ ശ്രദ്ധിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ? കുറേയൊക്കെ അവർ തനിച്ച് ചെയ്തോളും. അപ്പൂനും ബാവയ്ക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്ത് കൊടുക്കേണ്ടേ ഉള്ളൂ. അച്ചുവും അഞ്ചും തന്നെ ചെയ്തോളും. ബാവയ്ക്കൊരു പ്രത്യേകതയുള്ളതെന്ന് ചോദിച്ചാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അവൻ തന്നെ ചെയ്തോളും. എന്നാൽ അപ്പു അങ്ങനെയല്ല, അവനെപ്പോഴും അമ്മയുടെ സപ്പോർട്ട് വേണം. എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മയെന്ന് അവനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ വേറെ ആരും പോരാ, ഞാൻ തന്നെ അവനെ ബസ്സിൽ കയറ്റി വിടണം. തിരിച്ചു വരുമ്പോഴും ഞാനിവിടെ കാത്തു നിൽക്കുവാണെങ്കിൽ അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ അവൻ ആണ് എപ്പോഴും എന്നെ ആശ്രയിച്ച് നടക്കാറുള്ളത്. മൂത്ത കുട്ടികളൊക്കെ അവരെല്ലാം സ്വന്തമായി അവരുടെ കാര്യങ്ങൾ ചെയ്യാറൊക്കെ പ്രാപ്തിയായി കഴിഞ്ഞോ? മൂത്ത രണ്ടാളും തനിച്ച് അവരെല്ലാ കാര്യങ്ങളും ചെയ്തോളും. നമ്മളങ്ങ് ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മോളാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചോളും. ഞാനിങ്ങനെ കേട്ടിരുന്നു, മോള് 10ാം ക്ലാസ്സിൽ നല്ല വിജയം, എല്ലാത്തിനും A+ കരസ്ഥമാക്കി നല്ല വിജയം നേടിയെന്നിങ്ങനെ കേട്ടിരുന്നു. കുട്ടിയുടെ പഠന കാര്യത്തിൽ പ്രത്യേകമായി നിങ്ങളുടെ എന്തെങ്കിലും പ്രത്യേകമായ സപ്പോർട്ടോ എന്തെങ്കിലും മോൾക്ക് ആ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിരുന്നോ? അവൾക്ക് പ്രത്യേകമായ സപ്പോർട്ടൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ നന്നായി പഠിക്കണം, കൂടുതൽ സമയം ഇരുന്ന് പഠിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. കൂടുതലും അവളുടെ കഴിവുകൊണ്ട് തന്നെയാണ് അവളത് നേടിയെടുത്തത്. പ്രത്യേകിച്ച് പരീക്ഷയുടെ സമയത്തൊക്കെ മക്കളുടെ ആഗ്രഹമാണ് മാതാപിതാക്കൾ കൂടെ ഇരിക്കണം, ഉറക്കളിച്ച് അവരുടെ കൂടെ പഠിക്കാനായിട്ട് കൂടെ ഇരിക്കണം എന്നൊക്കെ. ആ സമയത്തിലൊക്കെ ഷാജിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? പരീക്ഷാ ദിവസങ്ങളിലെല്ലാം ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒക്കെ നല്ലൊരു വിജയം നേടാൻ സഹായിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷാജിയുടെ ഈ നവീകരണ പ്രസ്ഥാനവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ റെറ്റിയുടെ വീട്ടുകാരുടെ എങ്ങനെയാണ് അവരുടെ ഒരു സപ്പോർട്ട് ഈ കാര്യത്തിൽ? ഞങ്ങളുടെ 2 വീട്ടുകാരും ഫുൾ സപ്പോർട്ട് തരുന്നവരാണ്. പിന്നെ ചേട്ടൻ്റെ വീട്ടുകാരും ഞങ്ങളുടെ അടുത്തില്ല, അവരെല്ലാം അകലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ എന്ത് കാര്യത്തിന് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഓടി വരാനും ഞങ്ങളെ സഹായിക്കാനൊക്കെ അവർ മുൻകൈ എടുക്കാറുണ്ട്. ഷാജിയുടെ അമ്മ കുറച്ച് നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അമ്മ ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ അമ്മ വന്ന് നിന്ന് നിങ്ങളെ സഹായിക്കാറൊക്കെ ഉണ്ടല്ലേ? ഞങ്ങൾക്ക് അത്യാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ വിളിക്കുക, അപ്പോൾ അമ്മ വരുമ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയങ്ങളിൽ, അതുപോലെ ചേട്ടൻ അകലങ്ങളിലായിരിക്കുന്ന സമയങ്ങളിലൊക്കെ അമ്മ ഞങ്ങളോടൊപ്പം വരാറുണ്ട് അവർ. റെറ്റി നവീകരണ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ സഹനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രത്യേകമായി എടുത്തു പറയത്തക്ക രീതിയിൽ ഏതെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിന് വലിയൊരു ഓർത്തിരിക്കാൻ തക്ക ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയൊന്നും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടായാലും നമ്മളത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകും. അതിനുള്ള ഇതേ ഉണ്ടായിട്ടുള്ളൂ. ഷാജി എത്തിയല്ലോ. നിങ്ങൾ സംസാരിച്ച് തീരാറായോ? ബീനയ്ക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ പ്രത്യേകിച്ച് എൻ്റെ അസാന്നിധ്യം ധാരാളം ഈ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. കരിസ്മാറ്റിക് നവീകരണത്തെ വളരെ പ്രധാനപ്പെട്ടതായി ഞാൻ കാണുന്നു, ഞങ്ങളുടെ കുടുംബം കാണുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ അധികം സമയം അതിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഞാൻ സമയം ചിലവഴിക്കുമ്പോൾ അവിടെ സഫർ ചെയ്യുന്നത് റെറ്റിയാണ്. പലപ്പോഴും എൻ്റെ അസാന്നിധ്യം ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്നുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു സ്വാതന്ത്ര്യം, അതിനെക്കുറിച്ച് എന്നോട് റെറ്റി ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ വിഷമങ്ങളുണ്ടാവും, അതെന്നോട് പറയും. പിന്നെ ഇത് ആവശ്യമാണല്ലോ എന്ന് കണ്ട് അതിനെ അങ്ങ് ഞങ്ങൾ 2 കൂട്ടരും അതിനെ അങ്ങ് ക്രമീകരിക്കും. പക്ഷെ എന്നാലും നിലനിൽക്കുന്ന ഒരു പരാതിയോ പരിഭവമോ അങ്ങനെ അതിൻ്റെ പേരിലൊരു വഴക്കോ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും, ഇപ്പോൾ തന്നെ ജീവജ്വാലയുടെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി ധാരാളം സമയം ചെലവഴിക്കേണ്ടി വരുന്നു. KSTയുടെ പ്രവർത്തനങ്ങളിൽ കേരളം മുഴുവനും പോകേണ്ടത്, അങ്ങനെ ധാരാളം സമയം ചെലവഴിക്കേണ്ടി വരുന്നു. പിന്നെ മറ്റ് വചന ശുശ്രൂഷകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും
അതൊക്കെ ചെയ്യാനായിട്ടൊരു പ്രചോദനം എന്ന് പറയുന്നത് വ്യക്തിയുടെ ഈ ഒരു കുട്ടിയുടെ സപ്പോർട്ട് എപ്പോഴും പുറകിലുണ്ടെന്നുള്ള ധൈര്യത്തോടെ എന്ത് ഉത്തരവാദിത്തങ്ങൾ ഇനി വന്നാലും ഏറ്റെടുക്കാൻ ഷാജി എപ്പോഴും തയ്യാറാണല്ലേ? അങ്ങനെയാണ്. ഞങ്ങൾ ആലോചിച്ചാണ് പല കാര്യങ്ങളും ഏറ്റെടുക്കുന്നത്. ചിലതൊക്കെ ഏറ്റെടുക്കുന്നതിന് മുൻപ് അത് വേണോ എന്നൊക്കെ ചോദിച്ചാലും സാഹചര്യം വരുമ്പോൾ അതൊരു ദൈവവിളിയാണ്, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കണം എന്ന് കണ്ടങ്ങ് ഏറ്റെടുക്കുന്നു. പ്രതിസന്ധികൾ ധാരാളമുണ്ട്. അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ കാണുന്ന ഒരു കാര്യം, ഇപ്പം ഞാനൊരു കുടുംബനാഥൻ എന്ന രീതിക്ക് ഈ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ഞാൻ കൈകാര്യം ചെയ്യാൻ നോക്കിയാൽ എനിക്ക് നവീകരണ കാര്യങ്ങളിൽ അത്ര ശ്രദ്ധ ചെലുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും കുടുംബകാര്യങ്ങളുടെ ഒരു ഉത്തരവാദിത്വം റെറ്റി ഏറ്റെടുക്കുക എന്നതാണ് ഞാൻ അതിനകത്ത് കണ്ട ഒരു പോംവഴി. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും വിജയത്തിലെത്തി എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു മാസത്തിലൊരു 10-ാം തീയതി തൊട്ട് 19-ാം തീയതി വരെയുള്ള തീയതികളിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ തലയിൽ ജീവജ്വാല മാത്രമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനൊരു കുടുംബഭാരം മുഴുവനും ഞാനാണ് ഇതെല്ലാം കൂടെ ചുമക്കുന്നെങ്കിൽ എനിക്കൊരിക്കലും മനസ്സ് സ്വതന്ത്രമാക്കാൻ പറ്റില്ല. അപ്പോൾ ആ തലങ്ങളിലൊക്കെ എന്നെ റെറ്റി ധാരാളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും പിന്തുണയായിട്ട് റെറ്റി കൂടെയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഈ മാതൃക ചിലർക്കെങ്കിലും അത് അനുയോജ്യമായി തോന്നാതിരിക്കാൻ സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ദമ്പതികളുണ്ടെങ്കിൽ അവർക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ശുശ്രൂഷ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്താൽ ദൈവം 100 ഇരട്ടി പ്രതിഫലം തരുമെന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഷാജിയുടെ അനുഭവത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് എന്താണ് ഷാജിക്ക് പറയാനുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത്, കുടുംബജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ പ്രഘോഷണത്തിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അവർക്ക് കുടുംബത്തിൻ്റെ ശക്തമായ സപ്പോർട്ട് കൂടിയേ തീരും. അതില്ലാതെ ഒരാൾക്ക് സുവിശേഷ പ്രഘോഷണത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനാവില്ല.